കണ്ടല്ലോ ഈ ഒരു എല്ലായിടത്തും ഈ ഒരു ഐറ്റം ആണ്. ഇതെന്താണ് ഐറ്റം? കാരണം അവിടെ റോഡുകളിൽ സീനുള്ള വന്നവരയിൽ എല്ലാവരും തോക്കും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ മ്യാൻമറിലെ പോലീസ് പിടിച്ചു കഴിഞ്ഞാലാണ് സീൻ. അന്നേരം പിടിച്ചു കഴിഞ്ഞാൽ 6 മാസത്തേക്ക് നമ്മളെ ജയിലിടും. നല്ല ഒന്നാം തരം മത്സരം. കൈ സൈസ് ഉണ്ട് ഓർണത്തിന്റെ. ഒരു മുന്തിരിയുടെ വലിപ്പം ഉണ്ടല്ലേ. പേര് വയ്ക്കാം ഞാൻ. പിന്നെ ഈ ഒരു റൂട്ടിൽ കൂടെ ഒത്തിരി ഇല്ലീഗലായിട്ട് കുറെ കടത്തുകളും കാര്യങ്ങളും നടക്കുന്നുണ്ട്. കാരണം ഈ വണ്ടിക്ക് ക്ലച്ചില്ല, ബ്രേക്കില്ല. ഒരു കാടുകളിലൊക്കെ എന്ന് പറഞ്ഞാൽ അവിടെയുള്ള വില്ലേജിനൊക്കെ പേടിപ്പിച്ച് അവിടെ താമസിക്കുക. പിന്നെ ഇവിടെ വന്ന് സാധനം ഇന്ത്യ വന്ന് സാധനം മേടിക്കുക, തിരിച്ചു പോവുക, എന്നിട്ട് ഇവിടെ തന്നെ പണി കൊടുക്കുക. അപ്പോൾ നമ്മൾ തന്നെ രാവിലെ ആസാമിൽ വരണം. എന്നിട്ട് വൈകുന്നേരമൊക്കെ ആയപ്പോഴത്തേനും നമ്മൾ നാഗാലാൻഡ് കയറി മുകളിലെത്തിയിട്ടുണ്ട്. മുകളിലെത്തിക്കഴിഞ്ഞപ്പോഴത്തേനും നമുക്ക് അവിടെ ഒരു പമ്പിൽ ടെൻ്റ് അടിക്കാന്നൊക്കെ തരുന്നത്. അപ്പോൾ ടെൻ്റ് അടിക്കാൻ തുടങ്ങി കഴിഞ്ഞപ്പോഴത്തേനും അവിടെ രണ്ട് മലയാളീസിന് മീറ്റ് ചെയ്തു. അപ്പോൾ അവിടെ അവർ പറഞ്ഞു അവിടെ ഒറ്റ സേഫ് അല്ലാന്ന് പറഞ്ഞു. പിന്നെയൊക്കെയാണ് ഞങ്ങൾ കണ്ടത് അവിടെ തോക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് വരുന്നുണ്ട്. അവിടെ രാത്രി വിഷയങ്ങളാണെന്നൊക്കെ പറഞ്ഞു. അവിടെ ഞങ്ങളോട് പറഞ്ഞു ഞങ്ങളിന്ന് ലോങ്ങ് പോരുമെന്ന് പറഞ്ഞു. അപ്പോൾ അവരുടെ കൂടെ പോരുന്നുണ്ടെന്ന് ചോദിച്ചു. അപ്പോൾ ഞങ്ങൾ വരാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അവരുടെ കൂടെ തന്നെ രാത്രിയിലൊരു 5 മണി 6 മണി ആയപ്പോഴത്തേനും പോകുന്നതാണ്. 9 മണി അവിടെ എത്തിയപ്പോൾ. കാരണം വഴി ഭയങ്കര ശോകമായിരുന്നു. ഞങ്ങൾക്ക് വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല. കാരണം വണ്ടി ഓടിക്കാൻ ഭയങ്കര പാടായിരുന്നു. കാരണം ഞങ്ങൾ ഫ്രണ്ടിൽ ഈ വണ്ടി പോയി, അത് കഴിഞ്ഞിട്ട് നടുക്ക് ഞങ്ങൾ വന്നു. അതിൻ്റെ ബാക്കിലായിട്ടാണ് കാട്ടാളിൻ്റെ വണ്ടി കൂടെ വന്നത്. കാരണം അവിടെ റോഡുകളിൽ സീനുള്ള വന്നവരയിൽ എല്ലാവരും തോക്കും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ അവിടെ നിന്ന് നേരെ സ്കിപ്പായി ഇവിടുന്ന് ലോങ്ങയ്ക്ക് വന്നു. ഞങ്ങൾ ഈ ഒരു വഴി കയറി മ്യാൻമറിലോട്ട് രാത്രി കുറച്ചങ്ങ് പോയിട്ടോ. അത് കഴിഞ്ഞിട്ടാണ് പറയണത് നമ്മൾ ഇന്ത്യയിലല്ല മ്യാൻമറിലാന്ന്. ഞങ്ങൾ നേരെ അവിടെ അപ്പം തന്നെ തിരിച്ച് അതും ഓഫ് റോഡ് എന്ന് പറഞ്ഞാൽ രക്ഷയില്ലാത്ത ഓഫ് റോഡ്. കുറേ വഴി അങ്ങ് പോയി. തിരിച്ച് കയറി വന്ന് ഞങ്ങളിത് ഈ ഒരു താഴെ കാണുന്ന സ്ഥലത്തെത്തി. ഇപ്പം ഒരു ഹോം സ്റ്റേ. ഇപ്പം ഇതാട്ടോ വില്ലേജിൻ്റെ ആ ഒരു മൊത്തത്തിലുള്ളൊരു വ്യൂ. ഇവിടുന്ന് കാണിച്ചാൽ ഇവിടെ നിന്നുള്ള വ്യൂ ഉണ്ടോ? ഇവിടെ നിന്നുള്ള കിട്ടില്ല വ്യൂ ആണ്. സമയം ഇപ്പൊ എത്ര ആയിട്ടുണ്ട്? ഇവിടെ സമയം ഇപ്പോൾ 6:30. നമ്മുടെ ഫോണിൽ കാണിക്കുന്ന ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫോണിൽ 6:30 കാണിക്കും, ഒരു ഫോണിൽ 5:30 കാണിക്കും. മ്യാൻമാറും ഇന്ത്യ നമ്മൾ രണ്ടായിട്ട് കാണിക്കും. 1 മണിക്കൂർ വ്യത്യാസം ഉണ്ടല്ലേ. ഇവിടുന്ന് ഇങ്ങനെ ആ താഴത്തോട്ടൊരു വാലി വ്യൂ ആണ്. ആ താഴത്തെ എല്ലാത്തിനും ചെറിയ ചെറിയ വീടുകളുണ്ട്. ഇവിടുത്തെ വീടുകളെല്ലാം തന്നെ ഈറ്റയിലെല്ലാം ഉണ്ടാക്കിയേക്കുന്നത്. ഫുൾ ഉണ്ടാക്കിയത് കോണിയാക്ക് ട്രൈബിലുള്ളവരാണ് ഇവിടെ ഫുള്ളായിട്ട് താമസിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അവരുടെ ആ ഒരു കൾച്ചറല്ല, അവരുടെ ആ ഒരു വീടുകളും കാര്യങ്ങളൊക്കെ ഈറ്റയും കൊണ്ട് നെയ്തെടുത്ത ആ ഒരു ഡിസൈനിലുണ്ടാക്കി വീടാണ് ഫുൾ. അതായത് മുകളിലുള്ള എല്ലാവരും തന്നെ കോണിയാക്ക് ട്രൈബിൽപ്പെട്ടവരാണ്. ഇതിനകത്ത് ചുരുക്കം ആൾക്കാരാണ് പണ്ടത്തെ ആ ഒരു ഹെഡ് ഹണ്ടർ ട്രൈബ് ഉള്ളൂ. അവരെടുത്ത് നമ്മൾ എന്തായാലും പോകുന്നുണ്ടല്ലോ. എന്തായാലും നമ്മൾ കുറച്ച് കഴിയുമ്പോൾ നമ്മൾ പോകുന്നുണ്ട് ഇവിടുന്ന്. പിന്നെ ഈ കാണുന്ന ഫുള്ള് മ്യാൻമറാന്ന് വേണമെങ്കിൽ പറയാല്ലേ. മ്യാൻമറും അതുപോലെ തന്നെ ഇന്ത്യയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയുടെ ഒരു അതിർത്തിയാന്ന് പറയാം. ഇത് അവിടെ കുറച്ച് മ്യാൻമറിലുള്ള സ്കൂട്ടേഴ്സ് ഇരിപ്പുണ്ട്. നമുക്ക് അവിടെ പോകാട്ടോ. അപ്പോൾ നമ്മൾ മ്യാൻമറിലുള്ള കുറച്ച് സ്കൂട്ടറാണ്. അതിന്റെ കമ്പനി ഏതാടാ? സൂപ്പർ ക്യാൻഡ. ഫ്രണ്ടിൽ ഡിസ്ക് ബ്രേക്കൊക്കെ ഉണ്ട്, അലോയൊക്കെ ഉണ്ട്. ഇതൊക്കെ പണ്ട് ഞാൻ ഇതിനകത്ത് കണ്ടിട്ടുണ്ട്. മറ്റേ സിനിമയിലാണ്, നമ്മുടെ ചൈനീസ് പടങ്ങളിലൊക്കെ കാണാറില്ലേ, കണ്ടിട്ടുണ്ട്. ഇതിലൊക്കെ എപ്പോഴും റേസിംഗ് നടത്താനുണ്ട്. മറ്റേ ഇതിന്റെ ഷോക്കും കാര്യങ്ങളൊക്കെ മാറ്റി അത് തന്നെ ഈസി പറക്കി പോകണം. നമ്മൾ കണ്ടിട്ടില്ല. നമ്പർ പ്ലേറ്റ് ഒന്നും ഇല്ലല്ലേ? ഇതെങ്ങനെ ഗിയറാണോ? അല്ലല്ലേ, ബ്രേക്കാ. ചവിട്ടാനായിട്ട് കിക്കറും കാര്യങ്ങളും ഇവിടെ ഉണ്ട്. ഇത് ഫ്രണ്ട് ഡിസ്ക്. പിന്നെ സ്കൂട്ടർ തന്നെയാ അല്ലേ? ക്ലച്ചില്ല. ഗിയറുണ്ടോ? എവിടെ ഗിയർ? ഓ, ക്ലച്ചില്ലാണ്ട് ഗിയർ, ക്ലച്ച്ലെസ്സാ. അപ്പോൾ ഈ വീടിന്റെ അടുക്കള കാണിച്ചാൽ നമ്മളിന്ന് ഹോം സ്റ്റേയുടെ ആ ഒരു ട്രഡീഷണൽ അടുക്കളയല്ലേ ഇവിടെ ഉള്ള. ഇരിക്കുന്ന സോഫ തടിയും കൊണ്ട് ഫുള്ളായിട്ട് ചെയ്തേക്കണേ. ഫുള്ള് തടി കൊണ്ടാണ് ചെയ്തേക്കണേ. പിന്നെ ഇതിൻ്റെ ആകാൻ നെസ്റ്റ് എന്ന് കാണിച്ചു തരാം. ഇതുണ്ടല്ലേ ഇവിടെ ഇവരുടെ ആ ഒരു കോണിക് ഡ്രൈവിൻ്റെ എല്ലാവരുടെയും വീടുകളിൽ കാണുന്ന പോലെ ഇങ്ങനെ ഇറച്ചി ഉണക്കാനും ഇവിടെ ചായ ഉണ്ടാക്കാനൊക്കെ ആയിട്ട് ഇതിൻ്റെ നടുക്കായിട്ട് ഒരു ഹോളിൻ്റെ നടുക്കായിട്ട് ഇങ്ങനെ സ്പേസ് കാണും. ഇങ്ങനെ തട്ടൊക്കെ ആയിട്ടില്ലേ. പിന്നെ ഇവിടെ എന്താണുള്ളത്? പിന്നെ ഇവർ കുറേ സംഭവങ്ങൾ വിൽക്കാനൊക്കെ ഇട്ടുണ്ട്. ഇത്ര മുഖംമൂടിയുണ്ട്, ഇതുപോലത്തെ മാലകളുണ്ട്, അങ്ങനെ കുറേ സാധനങ്ങൾ ഇവർ വിൽക്കാനൊക്കെ ആയിട്ടുള്ള. ഈ ഐറ്റാണ് ശരിക്കും എത്ര തല വെട്ടിയെന്നുള്ളതിന്. 3 തലയാണെങ്കിൽ 3 തല വെട്ടിയിട്ടുണ്ടായിരിക്കും. ഇതിനൊക്കെ ഇവിടെ നമ്മൾ ഇതിന്റെ റേറ്റ് വെച്ചപ്പോൾ എത്ര 1500 അല്ലേ ഇതിന് പറഞ്ഞു? ഇതിന് 1500 രൂപ. 1500 അങ്ങനെ ഇതെല്ലാം വിൽക്കാനായിട്ടാണ് കേട്ടോ. ഇതിനൊക്കെ 500 രൂപ. ഇങ്ങനെ ഓരോ സാധനങ്ങൾ ഉണ്ടല്ലേ. ഇതൊക്കെ തടി കൊണ്ടുള്ള ശില്പങ്ങളാണ്. തടിയാണ് ശരിക്കും. ഇത് എല്ലാത്തിനും തടി പോലെ എല്ലാം വരണ്ടേ അല്ലേ. പിന്നെ ഈ കാണുന്ന നഖങ്ങളൊക്കെ ശരിക്കും പുലിനഖവും അതുപോലെ തന്നെ കരടിയുടെ നഖമാണ് ശരിക്കും വരണ്ടേ. പിന്നെ ഈ പന്നിയുടെ ഒക്കെ തേറ്റ എടുക്കുമെന്ന് പറഞ്ഞാൽ
അപ്പോൾ ഇത് വേറൊരു ആ ഒരു ട്രഡീഷണൽ ഇതിലുള്ള വീടാണ്. ഇവിടെ ഇതുപോലെ തന്നെ ഇവർ ഹണ്ട് ചെയ്ത ആ ഒരു മൃഗങ്ങളുടെയൊക്കെ തലയൊട്ടിയും കാര്യങ്ങളൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ നോർത്ത് ഈസ്റ്റ് കയറുമ്പോൾ തൊട്ട് കാണുന്ന ഒരു കാഴ്ചയാണ് ഇത് കണ്ടല്ലോ, ഈ ഒരു എല്ലായിടത്തും ഈ ഒരു ഐറ്റമാണ്. ഇതെന്താണ് ഐറ്റം? ഇത് കഞ്ചാവ്. കഞ്ചാവ് അല്ലേ? നല്ല നാടൻ കഞ്ചാവ്. എല്ലാ മലക്കടയും എല്ലാ പറമ്പിക്കടയും റോഡ് സൈഡിൽ എല്ലായിടത്തും ഈ സാധനം ഉണ്ട്. നാഗാലാൻഡിൽ കയറി കഴിഞ്ഞാൽ സ്പെഷ്യലായിട്ട് എല്ലായിടത്തും സാധനം ഉള്ളതാണ്. നാഗാലാൻഡ് നമ്മൾ ആസാം തൊട്ട് കാണുന്നതല്ലേ? ആസാം. നാഗാലാൻഡിൽ നമ്മൾ ഇവിടെ വന്നപ്പം ആ ഹിസാമ വില്ലേജിലൊക്കെ ഫുള്ളായിട്ട് ചുമ്മാ റോഡ് സൈഡിലൊക്കെ വളർന്നു നടക്കും. ഇത് വലിയ പുതുമയുള്ള കാര്യമൊന്നുമല്ല ഇവിടെ. അതന്നെ, എല്ലായിടത്തും പച്ചില പോലെ ചുമ്മാ ഉണ്ടാവുകയാണ് ഇങ്ങനെ പറമ്പിക്കട കണ്ടില്ലേ. നല്ല സൂപ്പർ സാധനം തോന്നുന്നു. ഇതുണ്ടല്ലേ ഈ ഒരു മല, ഈ ഒരു ഏരിയ ഫുൾ ഇങ്ങനെ കഞ്ചാവിൻ്റെ ഇതാട്ടോ. ഇതേപോലെ ഇവിടെ ഓപ്പിയത്തിൻ്റെ തോട്ടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവരിവിടെ യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഇടയ്ക്ക് ഈ നല്ല മഴയുള്ള സമയത്ത്, തണുപ്പുള്ള സമയത്തൊക്കെ വിൻ്റർ വരുമ്പോൾ ഓപ്പിയം മിക്സ് ചെയ്ത് ചായയുടെ കൂടെ കലക്കി കുടിക്കുന്ന പരിപാടിയൊക്കെ ഉണ്ട്. അപ്പം ഈ ഒരു താഴത്തോട്ടുള്ള വ്യൂ കണ്ടില്ലേ, ഈ വ്യൂ കാണുമ്പോൾ ഭയങ്കര ഭംഗിയാണ്. ആ ഒരു മലക്കട ഒക്കെ തന്നെ ചെറിയ ചെറിയ വീടുകളല്ലേ ഇരിക്കുന്നത് ഫുള്ളായിട്ട്. എല്ലാ മലയിലും വീടുണ്ട്. നോക്കി, ഈ നമ്മളിപ്പോൾ കാണാത്ത ഏതൊരു മല വീടുണ്ട്, എല്ലായിടത്തും ഓരോ ആ പുല്ലും കൊണ്ട് മേത പണ്ടത്തെ സെറ്റപ്പിലുള്ള വീട് എല്ലായിടത്തും ഉണ്ട്. പിന്നെ ഈ ഒരു താഴത്തോട്ടുള്ള ഭാഗം ഫുള്ള് മ്യാൻമറാണല്ലേ? മൊത്തം മ്യാൻമറാണ്. പിന്നെ എന്താണ്, പിന്നെ ഇപ്പോൾ നമ്മൾ നിൽക്കുന്നിടത്ത് ഫുള്ളായിട്ട് ഇപ്പം പട്ടാളം വന്നിരിക്കുവാണ്. അപ്പോൾ പട്ടാളം അവർ പറഞ്ഞ വെച്ചാൽ 6-ാം തീയതി 7-ാം തീയതി വരെ ഇവിടെ ടെററിസ്റ്റ് അറ്റാക്ക് വരാനുള്ള വാണിംഗ് ഉണ്ട്. അപ്പോൾ അവർ നമ്മുടെ പുറകിലൊക്കെ ഉണ്ട്, പക്ഷേ വീഡിയോ എടുക്കരുതെന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ അകത്തൊരു മലയാളി ഓഫീസർ ഉണ്ടായിരുന്നു, പുള്ളിയാണ് നമുക്കിതെല്ലാം പറഞ്ഞു തന്നെ. പിന്നെ അവർ പറഞ്ഞാൽ ഈ ഒരു കാട്ടുകളിലാണ് ഇവിടുത്തെ ടെററിസ്റ്റ് എല്ലാം മ്യാൻമാറിലാണ് ഉള്ളത്. പിന്നെ ഇവരുടെ ഇൻസർജൻസിന്റെ മെയിൻ ട്രെയിനിങ് ക്യാമ്പുകളെല്ലാം തന്നെ മ്യാൻമാറിലാണ്. ഈ ഒരു കാടുകളിലൊക്കെ എന്ന് പറഞ്ഞാൽ അവിടെയുള്ള വില്ലേജിനൊക്കെ പേടിപ്പിച്ച് അവിടെ താമസിക്കുക. പിന്നെ ഇവിടെ വന്ന് ഇന്ത്യ വന്ന് സാധനം മേടിക്കുക, തിരിച്ചു പോവുക, എന്നിട്ട് ഇവിടെ തന്നെ പണി കൊടുക്കുക. അതാണ് ഇവിടെ മെയിനായിട്ട് നടക്കുന്നതെന്ന് പറഞ്ഞു. ഇവിടെ നിന്ന് സാധനം മേടിക്കുമ്പോൾ ഇവർ അറിയാമല്ലോ ടെററിസ്റ്റ് അതൊന്നും അറിയാൻ പാടില്ലല്ലോ. അതുകൊണ്ടാണ് അവരങ്ങനെയാണ് പറഞ്ഞത്. അപ്പം അതുകൊണ്ട് ഇപ്പം ഇവരെന്നും ഇവിടെ ചെക്കിംഗ് ഉള്ളതാണ്, ഡെയിലി ചെക്കിംഗ് ഉള്ളതാണ്. പക്ഷേ ഇന്ന് ഇവിടെ വാണിംഗ് ഉള്ളതുകൊണ്ട്, 7 വാണിംഗ് ഉള്ളതുകൊണ്ട് ഇവിടെ എപ്പോഴും ഈ ഫുൾ പട്ടാളം ഇപ്പോൾ തന്നെ ഒരു 15 പേരുണ്ട്. ഇനി കുറച്ച് 30 പേരോട് വരും. അതുകൊണ്ട് ഞങ്ങളുടെ വണ്ടി ഞങ്ങൾ ആ ഒരു ക്യാമ്പിൻ്റെ അവിടെ കയറ്റി വെച്ചത്. അപ്പോൾ അവരോട് പറഞ്ഞ് മാറ്റണം, കാരണം അവിടെ മാറ്റി. അപ്പോൾ വണ്ടിയൊക്കെ മാറ്റി. അപ്പം നമ്മൾ ഇനി ഇവിടെ ആദ്യം പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇവിടുത്തെ രാജാസ് ഗാറാണ്. ഇതിൻ്റെ മുകളിലത് അവിടെ ആ കാണുന്നതാണ് രാജാസ് ഗാറ്. ഇത് മ്യാൻമറിലെ വണ്ടി ഓടിച്ചോ കേട്ടോ. നമ്മൾ അവിടുത്തെ വണ്ടിയാണ്. 55,000 രൂപയാണ് പുതിയതിന്. ഇത് ശരിക്കും ബർമയിൽ നിന്ന് മ്യാൻമറിൽ നിന്ന് എടുത്തോണ്ടാണ് കേട്ടോ ഈ വണ്ടി മൊത്തം. ഇതെൻ്റെ പുത്രനല്ല, ഇതിൻ്റെ കണ്ടീഷനൊക്കെ ഷോവാണ്. വെടിക്കെട്ടൊക്കെ തീർന്നതാണ്. നമ്പർ പ്ലേറ്റും കാര്യങ്ങളൊന്നും ഉണ്ടാകത്തില്ല വണ്ടിക്ക്. അല്ല തന്നെ ഇവിടെയുള്ള ഭൂരിഭാഗം വണ്ടികൾക്ക് നമ്പർ പ്ലേറ്റും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. അടുത്തല്ലേ ഒന്ന് ഓടിച്ചോ കേട്ടെ. അടുത്തല്ലേ മേടിച്ചേ. ന്യൂട്രൽ ഗിയർ എങ്ങനെ അങ്ങോട്ടേക്ക് ഇട്ടാൽ എങ്ങോട്ടില്ല. ഈ വണ്ടിക്ക് ക്ലച്ചില്ല, ബ്രേക്കില്ല. ഇവിടെ ഒരു ബ്രേക്ക് ഉണ്ട്. വണ്ടി എങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഗിയർ ഇടുക, കൈ കൊടുക്കുക, പോവുക. സ്കൂട്ടർ പോലെയൊക്കെ തന്നെ അല്ലേ? CD 125 അല്ലേ? കെൻഡ എന്ന് നമ്മുടെ റേഞ്ചിൻ്റെ അവിടെ കെൻഡാന്ന് എഴുതി വെച്ചിട്ടുണ്ട്. മ്യാൻമർ കമ്പനിയാണ്. 55,000 രൂപയാണ് പുതിയ വണ്ടിക്ക്. എയർ ഇൻടേക്കിൻ്റെ ഇതൊക്കെ ഫുൾ അയച്ചുകൊണ്ട് നല്ല കളഞ്ഞൊക്കെയാണ്. അവിടെയൊക്കെ ഒരു എയർ ഫിൽറ്ററും കാര്യങ്ങളൊക്കെ ഉണ്ടാണ്. ഇവിടെയുള്ള ഒരു ഭൂരിഭാഗം ആൾക്കാർ എന്ത് ചെയ്യും, സൈലൻസിൻ്റെ ഇവിടെ വെച്ചാൽ കട്ട് ചെയ്തിട്ട് പറക്കുകയാണ് വണ്ടിയിൽ. അതെ അതെ. പിന്നെ ഇവിടുത്തെ കടകളിലൊക്കെ പെട്രോൾ വാങ്ങിക്കാൻ കിട്ടും. ഇവിടെ പെട്രോൾ നമ്മൾ ഇന്നലെ നിന്ന് ഇവിടെ നിന്ന് ഒരു 41 കിലോമീറ്റർ 2 മണിക്കൂർ ഓഫ് റോഡ് അടിച്ച് പോയാലാണ് പെട്രോൾ കിട്ടുള്ളൂ. പിന്നെ ഇവർ ചിലവർ അവിടുന്ന് വണ്ടിയിൽ പെട്രോൾ മേടിച്ചോണ്ട് വരും. പെട്രോളിന് എത്ര ചോദിച്ചില്ല. പെട്രോൾ कितना रुपये 1 लीटर? कितना रुपये पेट्रोल 1 लीटर? इधर से 1 लीटर 130. പിന്നെ ഇവർ ഈ വണ്ടി ഓടിക്കുന്ന വഴി ഇതാണ് ഈ വഴി. ഇതിലേക്ക് അവർ പറന്നാട്ടാ പോകണം. ഈ താഴത്തോട്ട് ബർമയാണ്, ആ ഒരു മ്യാൻമറാണ് കാണുന്നത്. നമുക്ക് എന്തായാലും താഴത്തോട്ട് ചുമ്മാ നടന്നിട്ട് വരാം. മ്യാൻമർ കുറച്ച് നേരം കയറി കറങ്ങിയിട്ടിറങ്ങി വരാം. മ്യാൻമറിലേക്ക് പോവാം. അപ്പം ഞാനെന്ത് വിമലോടി മ്യാൻമറിലോട്ട് കിടക്കുകയാണ് നൈസായിട്ടല്ലേ. അപ്പോൾ ഇവിടെ പ്രത്യേകിച്ച് അതിർത്തിയും കാര്യങ്ങളൊന്നും ഇല്ല അല്ലേ? ഇവിടെ ചുമ്മാ എല്ലായിടത്തും ഇങ്ങനെ മറ്റേ അതിർത്തി പോലെ വലിയ സംഭവമൊന്നും കിട്ടിയിട്ടൊന്നുമില്ല. അതെ അതെ. ആർക്കും എപ്പോഴും ഓപ്പൺ ആണ്. പിന്നെ ഇൻ കേസ് മ്യാൻമറിലെ പോലീസ് പിടിച്ചു കഴിഞ്ഞാലാണ് സീൻ. അന്നേരം പിടിച്ചു കഴിഞ്ഞാൽ 6 മാസത്തേക്ക് നമ്മളെ ജയിലിടും. അങ്ങനെ പ്രശ്നമുണ്ട് വിസയിലാണ് അങ്ങോട്ട് കയറി കഴിഞ്ഞാൽ. അപ്പം ഈ ഒരു താഴത്തോട്ട് നമ്മളിപ്പോൾ കുറച്ച് വില്ലേജ് ഉണ്ട് താഴെ. അതെ കാണാനും കേട്ടോ. പിന്നെ നമ്മൾ ഈ മലയെ കാണുന്ന ആ വീടൊക്കെ ഇല്ല, ഒന്ന് അടുത്ത് കാണാൻ പറ്റുമെന്ന് നോക്കട്ടെ. പിന്നെ നമ്മളിപ്പോൾ ഉള്ള മ്യാൻമറിലാണ്, അത് വേറെ കാര്യം. ഈ കാണുന്നത് ഈ നടക്കുന്നത് എല്ലാം നമ്മൾ മ്യാൻമറാണ്. ഇത് ആ ഒരു റോഡിൻ്റെ മുകളിലാണ് ഇന്ത്യ. ഇത് ഫുള്ള് മ്യാൻമർ, ബർമ. അപ്പോൾ താഴെ പോയി മ്യാൻമറിൽ വല്ലതും കട ഉണ്ടോ നോക്കാം. കട കാണാൻ ചാൻസ് കുറവാണ്, കാരണം മുകളിലാണ് എല്ലാ കടകളും അല്ലേ.
പിന്നെ ഈ ഒരു കാടുകളിലൊക്കെയാണ് ആ മറ്റേ ടെററിസ്റ്റ് അറ്റാക്കൊക്കെ വരുന്നത്. അവരൊക്കെ പാത്തും പതുങ്ങിയൊക്കെ ഇരിക്കണല്ലേ ഇരിക്കുന്നു. അവർ ഇവിടുന്ന് സാധനങ്ങൾ മേടിച്ചിട്ട് ഇന്ത്യക്കിട്ട് തന്നെ പണിയണ ടീംസാണ്. ഈ മുകളിലെ വില്ലുകാരെ തന്നെ സാധനം മേടിക്കും, എന്നിട്ട് വില്ലുകാരെക്കിട്ട് തന്നെ പണി കൊടുക്കും അല്ലേ. ഈ ഒരു ചെറിയ വഴി കൂടെ കേട്ടോ ബൈക്ക് കുടിക്കണം. ആ ഒരു ഇവിടെ വെച്ച് വീതിയുണ്ട്, മുകളിൽ വരുമ്പോൾ ഒട്ടും വീതിയില്ല. കണ്ടില്ലേ ഇവർ ഇത് കണ്ടില്ലേ, താഴത്തുനിന്ന് മ്യാൻമറിൽ നിന്നാണ് സാധനങ്ങൾ മേടിച്ചോണ്ട് തന്നെയല്ലേ മൊത്തത്തിൽ. പിന്നെ ഈ ഒരു റൂട്ടിൽ കൂടെ ഒത്തിരി ഇല്ലീഗലായിട്ട് ഇവിടെ കടത്തുകളും കാര്യങ്ങളും നടക്കുന്നുണ്ട്. കാരണം മ്യാൻമർ മെയിൻ ബോർഡറിൽ കൂടെ സാധനങ്ങൾ കയറ്റുമ്പം ടാക്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇവർ ഈ ഒരു ഏരിയ കൂടെ ഈ ഒരു വഴി കൂടെ ഒത്തിരി സാധനങ്ങൾ ഇന്ത്യയിലേക്ക് കടത്തുന്നുണ്ടല്ലേ. ഇവിടുത്തെ ആൾക്കാരല്ല ഇതുപോലെ കൊട്ട തലയിൽ കെട്ടിയിട്ട് നമ്മൾ നേരത്തെ കാഴ്ച കണ്ട പോലെ തന്നെ തലയിൽ കെട്ടിയിട്ടാണ് ചുമന്ന് കൊണ്ടുപോകണല്ലേ സാധനങ്ങളെല്ലാം. എന്തോ സാധനങ്ങളൊക്കെ എന്തോ കൊണ്ടുപോകുന്നുണ്ട്, എല്ലാ സാധനങ്ങളൊക്കെ കൊണ്ടുപോകണം. അങ്ങനത്തെ ഒരു ബാഗ് പോലെ സാധനം ഇവരെ മെയിനാണ് തോന്നുന്നു. നമ്മളെല്ലായിടത്തും ചെന്നാലും ഇത് തന്നെ കാണുന്നത്, ബാക്കിലൊരു കൊട്ട തൂക്കിക്കൊണ്ട് പോകണത്. ഇത് കണ്ടോ, അദ്ദേഹത്തിൻ്റെ തലയിലാണ് കെട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതിനകത്ത് ബാക്കിലാണ് സാധനങ്ങൾ മുഴുവൻ. പിന്നെ ബാക്കിലൊരു നൈസായിട്ടൊരു വെട്ടുകത്തിയും കാണും. ഇതേ പോണു ഇവർ അപ്പുറത്തൊരു ഇല്ല, എൻ്റെ അങ്ങോട്ടാണ് ഇതിൽ പോകണം അല്ലേ. അപ്പോൾ ഞങ്ങളിത് താഴത്തെ ഒരു ട്രഡീഷണൽ വീട്ടിലോട്ട് ഓർമ്മത്തിലെത്തിയിട്ടുണ്ട്. ഇവിടുത്തെ ആൾക്കാരും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഞങ്ങളുടെ മേളിൽ നിന്ന് ഇറങ്ങി വന്നു കഴിഞ്ഞപ്പോൾ ആർമിക്കാർ ഞങ്ങളെ നൈസായിട്ട് തടഞ്ഞായിരുന്നു, അങ്ങോട്ട് പോകണ്ടെന്ന് പറഞ്ഞായിരുന്നു. ഞങ്ങളിപ്പോൾ ആ കൂടി 3 പേര് 4 പേരേ ഉള്ളൂ മാക്സിമം അല്ലേ. ബാക്കി ആരും തന്നെ ഇറങ്ങി വന്നിട്ടില്ല, ബാക്കി എല്ലാവരും വണ്ടിയിലിരിക്കണേ. അപ്പം എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ വിഷയമാവും. അപ്പോൾ ഒന്നാമത് ഇപ്പം ആർമിക്ക് വാണിംഗ് കിട്ടിയിട്ടിരിക്കുന്ന സമയം കൊണ്ട് തന്നെ താഴത്തോട്ട് ഇറങ്ങിയത് തന്നെ അത്രയ്ക്ക് സേഫ് അല്ല. അപ്പോൾ നൈസായിട്ട് നമുക്ക് തിരിച്ചു പോകാം. പിന്നെ ഷെബീർ അവിടെ നമ്മൾ നേരത്തെ ആ കൊട്ടയ്ക്കകത്ത് ചുമന്നുകൊണ്ടോ എന്ന് എന്തോ ഒരു ഐറ്റം അവിടെ ഇരിപ്പുണ്ട്, അതൊന്ന് പോയി നോക്കട്ടെ, എങ്ങനെയാണ് കൊട്ടാന്ന് നോക്കട്ടെ. അവർ സാധനങ്ങളല്ലേ ഇതുണ്ടല്ലേ, അവരുടെ ആ തൊല ചുമന്നുകൊണ്ട് വന്നിരിക്കുന്ന സംഭവങ്ങളാണ്. ഇതിനകത്ത് എന്തോ ഉപ്പ് മേളിൽ നിന്ന് സാധനങ്ങൾ മേടിച്ച് ഇവിടെ താഴത്തെ വില്ലേജിലോട്ട് കൊണ്ടുപോവാണ്. എന്തായാലും നമുക്ക് മ്യാൻമറിലോട്ട് കുറച്ച് നടന്നു വരാൻ പറ്റി. ഇനി വീണ്ടും നമ്മൾ തിരിച്ച് നടക്കുകയാണ്. തിരിച്ച് നമ്മൾ ബാക്ക് ടു ഇന്ത്യ. മ്യാൻമർ ബോർഡറിലുള്ള ഗ്രാമമായ ലോങ്വയിൽ നമ്മൾ ചെറിയൊരു മുടി വെട്ടാൻ വന്നേക്കുവാണ്. ഇവിടുത്തെ ഒരു ബാർബർ ഷോപ്പിലാണ് 50 രൂപയുള്ള മുടി വെട്ടുന്നതിന്. എൻ്റെ മുടിയായിട്ട് വെട്ടാൻ പോകണം, വേറെ ആരുടെ അല്ല. അപ്പം മ്യാൻമറിൽ വന്ന് മുടി വെട്ടി എന്നൊക്കെ വേണം നമുക്ക് പറയാൻ പറ്റും. സെറ്റാണോ? അപ്പോൾ ഇതാണ് ഇവിടുത്തെ കട. 50 രൂപയുള്ള മുടി വെട്ടുന്നതിന്. ഇതേ നമ്മുടെ മുടി വെട്ടാൻ പോകുന്ന ആളെ പരിചയപ്പെടാം. അപ്കനാം അമ്പായ് അനന്തു വേദന. ഓക്കെ, അപ്പോൾ പുള്ളിയാണ് കട്ട് ചെയ്യാൻ പോകുന്നത്. നീ കൈ പിടിച്ചാൽ മതി, പിടിച്ചു. आपका जैसा स्टाइल, your style, your same style, your same style, Okay. Ubi ape po. How much in Kerala? For hair cutting. Hair cutting, yeah. Hair cutting in Kerala 100 rupee plus. Yeah. 120, 110. Oh, जैसा है केरला में. നമ്മുടെ മുടിയൊക്കെ കെട്ടി കഴിഞ്ഞിട്ടുണ്ട്. 50 രൂപയുള്ള മുടി വെട്ടുന്നതിന് കേട്ടാ. സെറ്റായില്ലേ? പോരാ കുഴപ്പമില്ല. 50 രൂപയ്ക്ക് ഇത് പോരെ. നാട്ടിൽ എത്ര മുടി വെട്ടുന്നതിന്? 120, 160 രൂപയൊക്കെ മേടിക്കുന്നുണ്ടല്ലേ. അപ്പം നമ്മൾ മുടി വെട്ടാൻ വന്ന സ്ഥലം ജസ്റ്റ് എന്ന് പറയാം, അതായത് ലോങ്വയിൽ. ഇവിടെ രാജാസ്ഗർ എന്ന് പറയുന്നൊരു കറ ഉണ്ടായത്. നമ്മുടെ ഇവിടുത്തെ രാജാവിൻ്റെ 62 വില്ലേജിൻ്റെ തലവനാണ്. പുള്ളിയുടെ വീടിൻ്റെ മുകളിലാണ്. അപ്പോൾ പുള്ളിയുടെ വേണ്ട തൊട്ടുള്ളൊരു കടയിലാണ് നമ്മൾ മുടി വെട്ടാൻ വന്നത്. ഈ ഏരിയയിൽ ആ കൂടി ഒരു മുടി വെട്ടുന്ന കട മാത്രമേ ഉള്ളൂ, വേറെ കടകളൊന്നും തന്നെ ഇല്ല അല്ലേ. പിന്നെ അപ്പുറം സ്ഥലം ഉണ്ടെന്ന് പറഞ്ഞ് കുറച്ചുകൂടി അങ്ങോട്ട് പോകണം. അപ്പോൾ ഇതുപോലത്തെ ചെറിയ ചെറിയ കടകളാണ്. എല്ലാവരും തന്നെ കറണ്ടും കാര്യങ്ങളൊന്നുമില്ല, ലൈനൊക്കെ വലിച്ചിട്ടുണ്ട്, പക്ഷേ ഒരു തന്നെ കറണ്ടൊന്നുമില്ല. ഇവരൊക്കെ ആ ഒരു വീടുകളാണ് കാണുന്നത്. എല്ലാം തന്നെ ട്രഡീഷണൽ ആയിട്ടുള്ള വീടുകളാണ്. പണ്ടത്തെ ആ ഒരു ശൈലി തന്നെ ഇപ്പോഴും ഉണ്ട്. പിന്നെ ആൾക്കാരുടെ ഡ്രസ്സിങ് ഒക്കെ മാറി, പിന്നെ കുറച്ചുകൂടി മോഡേണൊക്കെ ആയിട്ടാണ് ആൾക്കാരൊക്കെ തന്നെ. ആ ഒരു ട്രൈബൽ ഡ്രസ്സൊക്കെ മാറി എല്ലാവരും തന്നെ. അപ്പോൾ നമ്മളിവിടെ മുടി വെട്ടിയിട്ട് വന്ന വഴി ഞാൻ സപ്പോർട്ട് ചെയ്ത് വില്ലേജിൽ നല്ല ഒന്നാന്തര മത്സരം. കൈ സൈസ് ഉണ്ട് ഓർണത്തിൻ്റെ. ഒരു മുന്തിരിയുടെ വലിപ്പമുണ്ടല്ലേ ഇവിടുത്തെ. നമ്മൾ 2 പിള്ളേരോട് ചോദിച്ചു, പിള്ളേർ പറിച്ചോളാനൊക്കെ പറഞ്ഞത്. ഇവിടെ കുറേ പിള്ളേർ വന്നിട്ടുണ്ട്. ഇവിടെ വേറെ ചെക്കൻ വന്നിട്ടുണ്ട്. പുള്ളി ചെക്കൻ്റെ പേര് ചോദിക്കാം. നാം नहीं आपका नाम 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 नेम തലാഖ്. അപ്പൊ ഇവിടെ നിന്നൊക്കെ ഉള്ള ഒരു വ്യൂ ഉണ്ടല്ലേ, താഴെ ഫുള്ള് അടിപൊളി വ്യൂസ് ആണ്. എനിക്ക് വേണം പിന്നെ ഒരു നടപടി ഇല്ലെങ്കിൽ നല്ല കിട്ടിയ സാധനല്ലേ. ഞാനതായിട്ട് കാണാ ഇത്ര വലിപ്പമുള്ള പ്രശ്നമാവോ? അതെ, പണ്ടൊക്കെ തല വെട്ടിക്കൊണ്ടിരുന്നത്. ഞങ്ങൾ കുറച്ച് സാധനം പറിക്കട്ടെ. കുറേ പറിച്ചല്ലേ, ഇനി തിന്നോണ്ട് അങ്ങ് പോവാം.